എൻ്റെ അച്ഛൻ സൂതനല്ലടോ, സൂതകുലത്തിൽ പിറന്ന നീ സൂതൻ്റെ പണി ചെയ്താൽ മതി. അതാണല്ലോ ചാതുർവർണ്ണ ധർമ്മം. അതുകൊണ്ട് നീ അർജുനോട് മുട്ടാൻ വരണ്ട, നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല. ഇത് കേട്ടപ്പോൾ ദുര്യോധന അവിടുന്ന് ചാടി. ആരാണ് ഇവിടെ കുലമഹിമ പറയണത്? ഈ നിൽക്കുന്ന കൃപാചാര്യൻ എങ്ങനെയാണ് ജനിച്ച്? അദ്ദേഹം ശരസ്തംഭത്തിൽ നിന്ന്, പുല്ലിൻ്റെ തണ്ടിൽ നിന്ന് ജനിച്ച ആളല്ലേ? അദ്ദേഹത്തിൻ്റെ കുലം എന്താ? അതുപോലെ ഇന്ദ്രൻ്റെ വജ്രായുധം അത് ദധീജി എന്ന് പറയുന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ കുലം എന്താ? അങ്ങനെ ഇനി ഭീമസേന, നിങ്ങൾ വല്ലാണ്ട് ഞെളിയണ്ട. നിങ്ങളെങ്ങനെയുണ്ടായെന്ന് എനിക്കറിയാം. അതെ, ധർമ്മപുത്രൻ ധർമ്മൻ്റെ മകൻ, അർജുനൻ ഇന്ദ്രൻ്റെ മകൻ, ഭീമൻ വായുവിൻ്റെ മകൻ, നഗരസേവന്മാർ അശ്വതി, നിങ്ങളൊക്കെ കുലത്തിൽ ജനിച്ച ആൾക്കാരാ. അതുകൊണ്ട് ശൂരന്മാരുടെ കുലമൊന്നും ആരും അന്വേഷിക്കാറില്ല. അതുകൊണ്ട് കുലത്തെ ചൊല്ലിയുള്ള വർത്തമാനം വേണ്ട. ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ദുര്യോധനൻ പോര് വിളിച്ചു.